ഹൈദരാബാദിൽ പോലീസ് കോൺസ്റ്റബിൾ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം യുവതി ആത്മഹത്യ ചെയ്തു. 29 വയസ്സുള്ള ദീപ്തിയാണ് മരിച്ചത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റഹീസ്, എന്താണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയുള്ള ആക്ഷേപം യുവതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയത്? ഗോകുലി, നാച്ചുറം സ്വദേശിയായിട്ടുള്ള ദീപ്തി കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കോൺസ്റ്റബിൾ അനിൽ, അദ്ദേഹം DGPയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഈ അനിലിൽ നിന്നും ദീപ്തിയുടെ അച്ഛൻ കുറച്ച് പണം വാങ്ങിയിരുന്നു. അത് അനിലിൻ്റെ ഭാര്യയ്ക്ക് ജോലി സംഘടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയിരുന്നത്. 15 ലക്ഷം രൂപ ഈ ദീപ്തിയുടെ അച്ഛൻ അനിലിൽ നിന്ന് വാങ്ങി. ശേഷം ജോലി ലഭിക്കാതായതോടുകൂടി ഇവർ നിരന്തരം വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കി തുടങ്ങി. അങ്ങനെ 8 ലക്ഷം രൂപ ദീപ്തിയുടെ അച്ഛൻ തിരികെ നൽകി. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഈ ദീപ്തിയുടെ അച്ഛൻ ഈ നാട്ടിലില്ല, നാട് വിട്ടു എന്നാണ് ദീപ്തി പറയുന്നത്. ശേഷം ഈ കുടുംബത്തിലെത്തി അനിൽ നിരന്തരം പ്രശ്നമുണ്ടാക്കിയിരുന്നു. അനിലും ഭാര്യ അനിതയും ഒപ്പം തന്നെ ഈ അനിതയുടെ അച്ഛനും നിരന്തരം വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ശേഷം ഈ ദീപ്തിക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ ദിവസവും ദീപ്തിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത് ഒരു പതിവായി. അങ്ങനെ മാനസികമായി തനിക്ക് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, മാനസിക സംഘർഷം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. ശേഷം ഇവർ 3 പേരുമാകും തൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനിയെങ്കിലും തൻ്റെ കുടുംബത്തിന് സമാധാനം ലഭിക്കണം, അതുകൊണ്ട് താൻ മരിക്കുകയാണ് എന്ന് പറഞ്ഞാണ് ദീപ്തി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം വീട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ വീഡിയോ ഇപ്പോൾ വൈറലാണ്. എന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഇത് ചർച്ചയായതിനൊക്കെ ശേഷം പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇയാൾക്കും ഭാര്യയ്ക്കും ഭാര്യയുടെ പിതാവിനുമെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. നിലവിൽ ഇയാൾ ഒളിവിലാണെന്നാണ് അറിയുന്നത്. ഗോകുൽ.